ഖസീമാ. സത്യമായ നിലയ്ക്ക് തീരുമാനം വരണം. ഒരിക്കലും വഞ്ചന നടത്തിയവന് വേണ്ടി നിങ്ങൾ തർക്കിക്കാൻ വരരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് വലാ തുജാദിൽ അനില്ലദീന യഖ്താനൂന അൻഫുസഹും ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നതീമാ. ചതിയന്മാരെ അല്ലാഹ് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആരും തർക്കിക്കാൻ വരരുത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ് യസ്തഖൂന മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അവർ മറഞ്ഞു നിൽക്കുന്നു. വലാ യസ്തഖൂന മിനല്ലാഹ്, പടച്ചവനിൽ നിന്ന് അവർ മറഞ്ഞു നിൽക്കുന്നില്ല. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ, പൊരുത്തപ്പെടാത്ത വാക്കുകൾ അവർ പറയുമ്പോൾ പടച്ച റബ്ബ് അവരെ കൂടെയുണ്ട് കേട്ടോ. വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീതാ, അല്ലാഹു അവർ ചെയ്യുന്നതൊക്കെ വ്യക്തമായി അറിയുന്നവനാണ്. അത് പറഞ്ഞിട്ട് അല്ലാഹ് ചോദിക്കുന്നത് അൻതും ഹൗലൈ ജാദൽതും അൻഹും ഫിൽ ഹയാത്തി ദുനിയാ ഫമൻ യുജാദിലു അല്ലാഹു അൻഹും യൗമൽ ഖിയാമ അമ്മൻ യകൂനു അലൈഹിം വകീലാ. വഞ്ചിച്ച മനുഷ്യന് വേണ്ടി തർക്കിക്കാൻ വരുന്നവരോട് അല്ലാഹ് ചോദിക്കുന്ന ഖിയാമത്ത് നാളിൽ ആരാണ് അവർക്ക് വേണ്ടി തർക്കിക്കാൻ വരിക? വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു, വല്ലവനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ അല്ലാഹ് മാപ്പ് കൊടുക്കാത്ത ആരുമില്ല. അതുകൊണ്ട് നമീമത്തുമായി വന്ന ഈ ചെറുപ്പക്കാരനോടും അതുപോലെ സീഡി ഇറക്കാൻ പ്രസംഗിച്ചു കൊടുത്ത ചെറുപ്പക്കാരനോടും എല്ലാവരോടും പറയട്ടെ, അല്ലാഹുവിലേക്ക് മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് നന്നാകാൻ നോക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകട്ടെ. ഒന്നുകൂടി ഞാൻ പറയുന്നു, വല്ലവനും തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തവന് തന്നെയാണ് അതിന്റെ നാശം. അല്ലാഹ് എല്ലാം അറിയുന്ന അലിയും ഹകീമുമാണ്. വല്ലവനും വല്ല തെറ്റും ചെയ്തിട്ട് ഔ ഇസ്മൻ, വല്ല കുറ്റവും ചെയ്തിട്ട്, ചെറുതോ വലുതോ ആയ തെറ്റ് ചെയ്തിട്ട് നിരപരാധിയുടെ പേരിൽ അത് വെച്ച് കെട്ടിയാൽ, പൊന്മള ഉസ്താദിന്റെ പേരിൽ വെച്ച് കെട്ടിയാൽ, അൽവി സഖാബിയുടെ പേരിൽ വെച്ച് കെട്ടിയാൽ, പ്രവർത്തകരായ SYSന്റെ പ്രവർത്തകരുടെ പേരിൽ, SSFന്റെ പ്രവർത്തകരുടെ പേരിൽ, SMAയുടെ പേരിൽ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ, അതേ സുന്നി ജമിയത്തുൽ മുഅല്ലിമിന്റെ പേരിൽ, ഞങ്ങളെ നേതാക്കളെ പേരിൽ, അനുയായികളുടെ പേരിൽ വെച്ച് കെട്ടിയാൽ അവൻ ഏറ്റവും വലിയ കരിനുണയാണ് അവൻ വഹിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ തെറ്റാണ് വഹിച്ചിട്ടുള്ളത്. ഓ നബിയേ, അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും ഇല്ലായിരുന്നുവെങ്കിൽ തങ്ങളെ തന്നെ പിഴപ്പിക്കണമെന്ന് അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ സത്യത്തിന്റെ നേതൃത്വത്തെ പിഴപ്പിക്കാൻ കഴിയൂല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്മ വെച്ച് മഹബത്ത് വെച്ച് അവിടുത്തെ ആസാറിനെ ബഹുമാനിക്കുന്ന ജയിലിൽ കിടക്കുമ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രണ്ട് കൈക്ക് മാമം വെച്ചിട്ട് മാമം പിടിച്ചു മുറുക്കിയ സമയത്ത് പോലും ഹബീബായ നബി തങ്ങളുടെ പേരിൽ അതേ അവിടുത്തെ മൗലിദും അവിടുത്തെ മൗലിദിന്റെ തെളിവ് എഴുതാൻ നേർച്ച ചെയ്ത മഹാനായ കാന്തപുരം ഉസ്താദ്, ആ ഉസ്താദിനെ വഴിയിൽ നിന്ന് തെറ്റിക്കാമെന്നാരും ധരിക്കേണ്ടതില്ല. ഉസ്താദിന്റെ പേരിൽ ആരോപണം പറഞ്ഞ് അതാ ഉസ്താദിനെ ഇരുത്താമെന്നാരും ധരിക്കേണ്ടതില്ല. നിങ്ങളതാ പിഴപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. നബിയേ, തങ്ങൾക്ക് ഒന്നും സംഭവിക്കൂല നബിയേ, ഒരു പ്രശ്നവും വരൂല നബിയേ. അതുപോലെ ലക്ഷക്കണക്കായ സ്നേഹിക്കുന്ന ശിഷ്യന്മാരും അനുയായികളും ശൈഖുനയോട് പറയുന്നു, അവിടുത്തെ
അവിടുത്തേക്കൊന്നും സംഭവിക്കൂല. അവിടുത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ ഒരു നമീമത്തുകാരനും ഉപജാപക സംഘവും കയറി വരാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അവിടുത്തേക്ക് വേണ്ട പ്രൊട്ടക്ഷനും വർഗത്തിനും മുബാറക്കിനും ഞങ്ങളുടെ സർവ്വസ്ഥാപനങ്ങൾക്കും ഇവിടെ പ്രൊട്ടക്ഷൻ നൽകാൻ SYS എന്നും സന്നദ്ധമാണ്, SSF സന്നദ്ധമാണ്, ഞങ്ങളുടെ സംഘടനകൾ സന്നദ്ധമാണ്. അതിനെ കുത്താനാരും വരേണ്ടതില്ലെന്ന് ഞാൻ വ്യക്തമായി ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർറാഹിമീനായ റബ്ബേ, നിനക്ക് രഹസ്യങ്ങൾ അറിയാം, പരസ്യങ്ങൾ അറിയാം. നിന്റെ മുമ്പിൽ ഞങ്ങളൊന്നും മൂടി വെക്കുന്നില്ല. പക്ഷേ തെറ്റിദ്ധരിച്ചു പോയ ചെറുപ്പക്കാർ, ഇവിടെ നമീമത്ത് പറഞ്ഞവരും കൂട്ടുനിന്നവരും പ്രസംഗമിറക്കിയവരും അവർക്ക് അറിവില്ലാത്തവരാണ്. അല്ലാഹ് അവർക്കും നീ ഹിദായത്തിന്റെ വെളിച്ചം നൽകണേ. അല്ലാഹ് അവരെയും നന്നാക്കണേ. അല്ലാഹ് ഞങ്ങളെ തെറ്റിദ്ധരിച്ചവരുണ്ടെങ്കിൽ, ഞങ്ങളെ സംഘടനയോ നേതാക്കളെയോ പ്രവർത്തകരെയോ തെറ്റിദ്ധരിച്ച മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണയും, ഞങ്ങൾക്കാരെക്കുറിച്ചെങ്കിലും തെറ്റിദ്ധാരണ വന്നെങ്കിൽ ഞങ്ങളെ തെറ്റിദ്ധാരണയും നീക്കി ഖൽബ് നന്നാക്കണേ. അല്ലാഹ് ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി വരുന്നവർക്കല്ലാതെ റബ്ബിന്റെ അടുക്കൽ ഖിയാമത്തിൽ രക്ഷയില്ലെന്ന് നിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹ് ഒരൽപ്പവും കിബിറില്ലാതെ, അസൂയയില്ലാതെ, വൈരാഗ്യമില്ലാതെ, വിദ്വേഷമില്ലാതെ ഹഖ് ഹഖായി മനസ്സിലാക്കി അതിന്റെ നിലനിൽപ്പിന് പ്രവർത്തിക്കാൻ ഖിയാമത്ത് നാൾ വരെ നീ സമൂഹത്തെ ഉണ്ടാക്കണേ. അല്ലാഹ് മരണം വരെ അതിന് പഠിക്കാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനും ഞങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും തരണേ. അല്ലാഹ് താജുൽ ഉലമക്ക് നീ ആഫിയത്ത് നൽകണേ. അല്ലാഹ് എം.എ. ഉസ്താദ് നീ ആഫിയത്ത് നൽകണേ. അല്ലാഹ് എം.എ. ഉസ്താദിന്റെ പേരിലും അതേ ചില ക്ലിപ്പുകളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വരുമെന്ന് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ സുന്നികളോട് പറയുന്നു, ഇനിയും ഇതിനുറക്കമൊഴിക്കാൻ കഴിയില്ല, ഇനിയും ഇതിനു വേണ്ടി സമ്മേളനം ചേരാൻ കഴിയില്ല. ഓ മുസ്ലിമേ, 35 കൊല്ലമായി പാവപ്പെട്ട ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്തുണ്ട്. ഉസ്താദിന്റെ നേതൃത്വമാണ് എന്റെ നേതൃത്വം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഓരോ പ്രശ്നങ്ങളും വരുമ്പോ മുതലക്കുളത്തും മറ്റ് പല സ്ഥലത്തും പല പരിപാടികളും വെച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയൊരു കാര്യം പറയുന്നു, ഒരു വിശദീകരണത്തിന്റെയും ആവശ്യം സുന്നി മക്കൾക്കില്ല. എതിരാളികളെ